നമസ്കാരം. 2018 ഡിസംബർ 21 ഷാറുഖ് ഖാൻ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയാണ് ആ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്നത്. തന്റെ കരിയറിൽ എടുത്ത ഏറ്റവും വലിയ റിസ്കുകളിൽ ഒന്നായിരുന്നു ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടും അല്ലാതെയും ഷാറുഖ് ഖാൻ ചെയ്ത സീറോ എന്ന ചിത്രം. എന്നാൽ ബോക്സ് ഓഫീസിലും അല്ലാതെയും ചിത്രം വലിയ രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തീരുമാനിക്കുന്നു കരിയറിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന്. പിന്നെ കോവിഡ് കൂടെ ആയപ്പോൾ ആ ബ്രേക്കിന്റെ കാലാവധി 5 വർഷമായിട്ട് മാറുന്നുണ്ട്. 2023 ജനുവരി 25 10 റിലീസാകുന്നത്. പിന്നീട് ആ വർഷം സെപ്റ്റംബറിൽ ജവാനും എത്തുന്നു. ഈ 2 സിനിമയും ബോക്സ് ഓഫീസിൽ 1000 കോടി കളക്ഷനും നേടുന്നുണ്ട്. എന്നാൽ ഷാറുഖ് ഖാൻ ആ ദിവസത്തോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്ന് കാത്തിരിക്കാനാണ് ഡങ്കിയുടെ റിലീസിനായിട്ട് ആരാധകർ എക്സൈറ്റഡ് ആയിരുന്നത്. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകൾ ഒന്നുമായാണ് ആ ദിവസവുമായി ഷാറുഖ് ഖാൻ പിന്നീട് പ്രതികാരത്തിന് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റോറി ടെല്ലേഴ്സിൽ ഒരാളാണ് രാജ്കുമാർ ഹിറാനി. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നന്നായി ഇമോഷണൽ സീനുകൾ കൈകാര്യം ചെയ്യുന്ന ഷാറുഖ് ഖാൻ. ഈ 2 കോമ്പിനേഷനുകൾ സ്ക്രീനിൽ ഒന്നിക്കുന്നത് കാണാൻ പ്രേക്ഷകർ കാത്തിരുന്നത് ഏകദേശം 20 വർഷത്തോളമാണ്. മുന്നബ MBBS ആദ്യം ഷാറുഖ് ഖാന് വേണ്ടി കഥ പറയുകയും പിന്നീട് അത് സംജയ് ചെയ്യാനുണ്ടായ സാഹചര്യമൊക്കെ പലർക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് ആ ഒരു കാത്തിരിപ്പ് 20 വർഷമായിട്ട് മാറുന്നു. അങ്ങനെ 2023 ഡിസംബർ 21 ഡങ്കി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. രാജ്കുമാർ ഹിറാനി ചിത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തന്നെയാണ് ആ ചിത്രത്തെ എത്ര വർഷം കഴിഞ്ഞാലും റെലവൻ്റ് ആക്കി നിർത്തുന്നത്. ഇപ്പോൾ മുന്നാബ MBBS പറഞ്ഞു വെക്കുന്ന മെഡിക്കൽ കോളേജും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അറ്റ്മോസ്ഫിയറും, ലഗോറഗയിൽ പറയുന്ന ഗാന്ധിയൻ ഐഡിയോളജീസും, 3 Idiots പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവും അല്ലെങ്കിൽ പിയർ പാരന്റൽ പ്രഷറിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്രയും റിലീജിയസ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള കൺട്രിയിലെ PK പോലൊരു സിനിമയും, ഒരു ബയോഗ്രഫിക്കൽ മൂവി ആണെങ്കിൽ കൂടി മീഡിയയുടെ ഇൻ്റർഫിയറൻസ് ഒരു പേഴ്സണൽ ലൈഫിൽ എങ്ങനെയെല്ലാം അഫക്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന് മുൻകാല ചിത്രങ്ങൾ പറഞ്ഞു വെക്കുന്നതെങ്കിൽ, എന്നാൽ ഇവിടെ ഡങ്കിയും ഏറ്റവും കൂടുതൽ റെലവൻ്റായി നിൽക്കുന്നതും ഡങ്കി പറയുന്ന വിഷയങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. കഥ ആരംഭിക്കുന്നത് ലണ്ടനിലാണ്. മന്നു, ബില്ലു, ബഗ്ഗി ഇവർ 3 സുഹൃത്തുക്കളും ലണ്ടനിൽ കഴിഞ്ഞ് 25 വർഷമായിട്ട് താമസിക്കുകയാണ്. ഇവരെങ്ങനെ ലണ്ടനിലെത്തി, ഇവരെങ്ങനെ സുഹൃത്തുക്കളായി, ഇവർ ലണ്ടനിൽ എത്താനുള്ള സാഹചര്യവും, അല്ലെങ്കിൽ ഹർദയാൽ സിംഗ് ഡില്ലോങ് എന്ന പട്ടാളക്കാരൻ ഇവരുടെ ലൈഫിലേക്ക് എങ്ങനെ വന്നുവെന്നും അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്നാണ് ചിത്രം ആദ്യ പകുതിയിൽ ചർച്ച ചെയ്യുന്നത്. 2ാം പകുതിയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഡങ്കി യാത്രയും തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നാണ് 2ാം പകുതിയിൽ ചിത്രം മുമ്പോട്ട് വെക്കുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഇമോഷണലായി ഒരു ഷാറുഖ് ചിത്രം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഡങ്കിയിലൂടെ തന്നെയാണ്. ചിത്രത്തിന് ഏറ്റവും സോളായിട്ട് നിൽക്കുന്നത് ഹ്യൂമൻ റിലേഷൻസ് തന്നെയാണ്. ഈ 3 സുഹൃത്തുക്കൾ തമ്മിലുള്ള റിലേഷനും, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ നായകൻ റിലേഷൻഷിപ്പ് അല്ല ഹാർഡിയും മണ്ണും തമ്മിൽ സംഭവിക്കുന്നത്. ഇവർ തമ്മിലൊരു ടിപ്പിക്കൽ നായകൻ ഇമേജ് ഒരു സ്ഥലത്ത് പോലും കഥയുടെ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് സിനിമയിലുടനീളം പറഞ്ഞു പോകുന്നുണ്ട്. കാരണം മന്നു അനുഭവിക്കുന്ന പല സിറ്റുവേഷനുകളിലും ഹാർഡിയാണ് മന്നുവിന് ഭയങ്കര ഹെൽപ്പായിട്ട് വരുന്നത്. ഹാർഡി ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മന്നു ആ ലൈഫിലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് ചിത്രം ഭയങ്കരമായിട്ട് പിക്കപ്പ് ആവുന്നത്. സോ ഇതെല്ലാം കൂടെ പറഞ്ഞു വെക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിലേഷൻ സ്റ്റോറിയെ കുറിച്ച് തന്നെയാണ്. ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന വിക്കി കൗശലും ബോമൻ ഇറാനിയും ഭയങ്കര മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് ഫീൽ ചെയ്തു. കാരണം സിനിമ കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വിക്കി കൗശലിലെ സുക്കി എന്ന കഥാപാത്രമുള്ളത്. ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു 30 മിനിറ്റിലൊരു സ്പെഷ്യൽ അപ്പിയറൻസ് എന്ന രീതിയിലാണ് സുക്കി വരുന്നതും പിന്നീട് അദ്ദേഹം പോകുന്നതൊക്കെ ഭയങ്കര അധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തന്നെയാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ രാജ്കുമാർ ഹിറാനി സിനിമകൾക്ക് എപ്പോഴും ഒരു ഭയങ്കര റിച്ച്നെസ് ഉണ്ട്. കാരണം അത് പറയുന്ന ആശയങ്ങളോട് വളരെയധികം ക്ലോസ് ആയി നിൽക്കുന്ന ടെക്നിക്കൽ ആസ്പെക്റ്റുകളാണ് ചിത്രത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നത്. കാരണം പല രീതിയിലുള്ള മെറ്റഫേഴ്സ് യൂസ് ചെയ്ത് അദ്ദേഹം കഥ പറയാറുണ്ട്, അല്ലെങ്കിൽ സീനുകൾ യൂസ് ചെയ്ത് അദ്ദേഹം വളരെയധികം ചിരിപ്പിക്കാറുണ്ട്. കാരണം വളരെ സോൾഫുൾ ആയിട്ടുള്ള സീനുകൾ, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനുകൾ പോലും വളരെ അദ്ദേഹത്തിൻ്റെ ഒരു നറേഷൻ രീതി കൊണ്ട് നമുക്ക് ഭയങ്കര അധികം ലളിതമായി തോന്നാറുണ്ട്. ഇതിലും അത്തരം കാര്യങ്ങളുടെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഡയറക്ടർ രാജ്കുമാർ ഹിറാനിയാണ്. ഈ ചിത്രത്തിൻ്റെ എഡിറ്ററും അദ്ദേഹം തന്നെയാണ്. DOP ആയിട്ടുള്ളത് CK മുരളീധരനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ അസോസിയേഷനൊക്കെ PK പോലെയുള്ള സിനിമകളൊക്കെയാണ്. മ്യൂസിക് പ്രീതമാണ്. ചിത്രത്തിലുടനീളം ഒരു ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ഭയങ്കര അധികം പ്രധാനപ്പെട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. BGM വളരെയധികം അത്രത്തോളം പ്രാധാന്യം ചിത്രത്തിനുണ്ട്.
ചിത്രം തുടങ്ങുന്നത് മുതൽ ഈ പറഞ്ഞ പോലെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതും ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടെക്നിക്കൽ ഫാക്ടേഴ്സിന് ഉണ്ടാവുന്ന ഘടകവും വളരെ വലുതാണ്. ഡങ്കി മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട്. കാരണം ഈ കാലത്തും നല്ല മേ ബി എത്ര വർഷം കഴിഞ്ഞാലും ഡങ്കി റെലവൻ്റ് ആയിരിക്കാനുള്ള കാരണമായിട്ട് തോന്നിയത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. ഡങ്കി റൂട്ടും ലണ്ടനിലേക്കുള്ള യാത്രയും അവിടെ ചെന്ന് ഇപ്പോഴത്തെ ഒരു നാട്ടിലെ ട്രെൻഡായിട്ടുള്ള വിദേശ പഠനമൊക്കെ വലിയ രീതിയിൽ ചിത്രം ചർച്ച ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാം പൊതുവെ പഞ്ചാബ് സൈഡിലൊക്കെ വലിയ രീതിയിലുള്ള വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ മുകളിലൊക്കെ എയ്റോപ്ലെയിൻ ഉണ്ടാക്കി വെക്കുന്നതും അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടാക്കി വെക്കുന്നതൊക്കെ വളരെയധികം ട്രെൻഡായിട്ടുള്ളതും വളരെയധികം നോൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത്തരം ട്രെൻഡുകളെക്കുറിച്ചും അത്തരം ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ ചിത്രം വലിയ രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പക്ഷെ ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ചില കാര്യങ്ങളും നാട്ടിലറിയാതെ അവരെന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് അവിടെ കഴിയുന്നതെന്നും എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരാണെന്നുമുള്ള രീതിയിലുള്ള കാര്യങ്ങളും ചിത്രം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഒരു പക്ഷെ കാലത്തിനൊത്ത് റെലവൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ എത്ര വർഷം കഴിഞ്ഞാലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ മൈഗ്രൻസിൻ്റെയും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെയും അഭയാർത്ഥി പ്രശ്നങ്ങളൊന്നും ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഡങ്കി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമുക്കറിയാം പല രാജ്യങ്ങളിലേക്കും ആളുകൾ കുടികയറുന്നത് നല്ല ലൈഫ് സ്റ്റൈൽ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഒരു പുത്തൻ പ്രതീക്ഷ ഉദ്ദേശിച്ച്. കാരണം നമുക്ക് പല കുട്ടികളുടെ ഫോട്ടോകളൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ എത്ര സ്ട്രഗിൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രാജ്യത്ത് എത്തിപ്പെട്ടാൽ മതി, കാരണം അവരുടെ മക്കൾ അവരനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ പലരും പല റിസ്കുകളും എടുത്ത് അന്യരാജ്യത്തേക്കൊക്കെ കുടിയേറാൻ ശ്രമിക്കുന്നത്, ജീവൻ പണയം വെച്ചൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നവർ ഭയങ്കരധികം കൂടുതലാണ്. ഇപ്പോൾ IELTS എക്സാമിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോച്ചിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ രസകരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് ഇരുത്തി ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ചില ബോർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ വരുന്ന ചില പ്രൊമോഷനുകൾ, നമുക്ക് വരുന്ന ചില കോളുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ടെംപ്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇത് ചൂഷണം ചെയ്യുന്നവരും സമൂഹത്തിൽ നിരവധിയാണ്. അത്തരം ആളുകളിലേക്കും ഈ ചിത്രം എത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡങ്കി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് തന്നെ പറയുന്നത്. ഈ ഷാറൂഖ് ചിത്രങ്ങൾക്ക് കഴിഞ്ഞ 2 ഷാറൂഖ് ചിത്രങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരിലേക്ക് ഒരു മാസ് ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാസ് പടങ്ങളായി തന്നെയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ 3 സിനിമകളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: തൻകി, ദൻകി, മൻകി. ഒരു മാസ് കംബാക്കിന് വേണ്ടി പത്താൻ ചെയ്തു, ഒരു കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി ജവാൻ ചെയ്തു, മനസ്സിന് വേണ്ടിയാണ് അദ്ദേഹം ഡങ്കി ചെയ്തതെന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ അടുത്തിറങ്ങിയ ഷാറൂഖ് ചിത്രങ്ങളിൽ ഏറ്റവും ഇമോഷണലും ഏറ്റവും ഹാർട്ട് ടച്ചിങ്ങും ഒരു പക്ഷേ തിയേറ്ററിൽ ചിരിക്കാനും കരയാനും ഉല്ലസിക്കാനും ഒക്കെ ഒരേപോലെ സാധിക്കുന്ന ചിത്രമായി തന്നെ ഒരനുഭവമായിട്ട് തന്നെയാണ് ഡങ്കി അനുഭവപ്പെട്ടത്. മാത്രമല്ല ഒരു പഴയൊരു ഷാറൂഖ് ഖാനുണ്ട്, ചില സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള, മേ ബി ഒരു സ്വദേശിലും ചക് ദേ ഇന്ത്യയിലും ഒക്കെ കണ്ടിട്ടുള്ള വളരെ ഇമോഷണൽ സീനുകൾ വളരെ സട്ടിലായിട്ട് കൈകാര്യം ചെയ്യുന്ന, വളരെ നമ്മളിലേക്ക് ഇമോഷൻ ഫുള്ളായിട്ട് എത്തിക്കുന്ന, നമ്മളും അദ്ദേഹത്തോടൊപ്പം കരയാൻ പറയുന്ന ഒരു ഷാറൂഖ് ഖാനെ ഡങ്കിയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രകടനത്തിൽ മറ്റു താരങ്ങളെ തപ്സിബാനും അടക്കം വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ചിത്രം തിയേറ്ററിൽ കണ്ടവർ അഭിപ്രായം അറിയിക്കുക, ഒന്ന് കണ്ടു നോക്കുക, ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം, ഇത് ഫിലിം ബിബി മലയാളം.